പിന്നെ ചോദിച്ചേക്കുന്നത് സ്റ്റുഡൻറ് വിസ ടു UK. കുറേ സ്റ്റുഡൻറ് വിസ ചോദിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സ്റ്റുഡൻറ് വിസ ടു UK നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്? ഇത്രയും കാലം ഞാൻ OSCEയുടെയും CBTയുടെയും OETയുടെയും ട്രെയിനിങ് റിലേറ്റഡ് ചെയ്തിട്ട് പെട്ടെന്ന് എന്താ ഞാൻ സ്റ്റുഡൻറ് വിസ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കുറേ പേരൊക്കെ കമൻസിലൊക്കെ പറയുന്നുണ്ട്, എന്തിനാണ് നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നത്? അങ്ങനെയല്ല, സ്റ്റുഡൻറ് വിസ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടല്ല ഞാനിത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ബെസ്റ്റും ബെറ്ററും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് UK വരാൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസയാണ് നല്ലൊരു ഓപ്ഷൻ, ഉള്ളതിൽ നല്ലൊരു ഓപ്ഷൻ കേട്ടോ. ഇനി രണ്ടാമത്തേത്, ഈ സ്റ്റുഡൻറ് വിസ ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റ് ആക്കി എടുക്കാമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വെറുതെ സ്റ്റുഡൻറ് വിസ എടുത്തിട്ട് UK വന്നിട്ട് കാര്യമില്ല. CBT, OSCE, OET ഒക്കെ ക്ലിയർ ആയി പിൻ നമ്പർ എടുക്കാൻ പറ്റണം. പിന്നില്ലാതെ നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസ കൊണ്ട് മാത്രം ഇവിടെ ഒരു COC കിട്ടുമോ, ജോലി കിട്ടുമോ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അതുകൊണ്ട് കാര്യമുണ്ടെന്ന്. ഈ രണ്ട് സർവീസും കൂടെ കൂട്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ് വിസയിൽ വന്നു എന്ന് ഇത്ര പബ്ലിക്കലി ഞാനത് പറയണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന സർവീസിൽ ഞാൻ കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ്. സോ സ്റ്റുഡൻറ് വിസ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ബാക്കി പ്രൊസീജിയർ ഒക്കെ ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾ കയറി പോരെ. അതിൻ്റെ ഡീറ്റെയിൽസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഈ രണ്ട് സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ 1 ഇയർ പ്രോഗ്രാമോ 2 ഇയർ പ്രോഗ്രാമോ ബെസ്റ്റ് സ്കോളർഷിപ്പിൽ നിങ്ങൾക്ക് അറിയണോ, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യണോ, ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഒരു ചാർജ് പോലും മേടിക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൊത്തം നിങ്ങൾ UK എത്തുന്നതും UK എത്തിയതിന് ശേഷവുമുള്ള സർവീസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഞാൻ വേറൊരു കാര്യത്തോട് പറയാം, ഞാൻ ഇത് സംസാരിക്കുന്നത് ഇവിടെ നിന്നാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നത് ഇവിടെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും സ്റ്റുഡൻറ് വിസയെ പറ്റി പറയുന്നതും എക്സ്പ്ലോർ ചെയ്യുന്നതും. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ എം ലേണിംഗ് അബൌട്ട് എവറി സിംഗിൾ യൂണിവേഴ്സിറ്റി. അപ്പോൾ എന്ത് സ്കോളർഷിപ്പ് ഓപ്ഷൻസ് വന്നാലും ഐ വിൽ ബി ഏബിൾ ടു ഷെയർ വിത്ത് യു ടു.